നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാലാ നഗരസഭയിൽ വികസന മുരടിപ്പെന്ന ഭരണപ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പച്ചക്കറി വില കുറഞ്ഞു, ആശ്വസിച്ച് ജനം. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും വില ഉയർന്നു തന്നെ. വിക്ടർ ജോർജിന്റെ ഓർമ്മകൾക്ക് 25 ആണ്ട്. മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി മനുഷ്യസ്നേഹിയെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാലായിൽ തുടക്കം. പ്രതിനിധി സമ്മേളനം തുടരുന്നു. വാർത്തകൾ വിശദമായി. പാലാ നഗരസഭാ ചെയർപേഴ്സണെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ മുൻപാകെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ തങ്ങളുടെ പിന്തുണ പിൻവലിക്കുന്നുവെന്ന് പരസ്യമായി പ്രതികരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ നടപടി. പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ മുൻപാകെ എത്തിയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇടതുമുന്നണി അംഗങ്ങൾ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്നും അധികാരമല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. കോൺഗ്രസ് മത്സരിച്ചാൽ പിന്തുണയ്ക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നായിരുന്നു മറുപടി. സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങളെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാരണവശാലും സ്വതന്ത്ര മുന്നണിയുടെ പരവശമായ പിന്തുണ മേടിച്ചു പോലും ഞങ്ങൾ പറഞ്ഞു വരികയല്ല. അല്ല, കോൺഗ്രസ് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞു വരത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അനീതിക്കുള്ള പോരാട്ടം, ഇവിടെ ഒരു കാവ്യനീതിയുണ്ട്. ആ കാവ്യനീതി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്വാഭാവികമായിട്ട് ഈ അവിശ്വാസത്തിനോട്ട് വന്ന കാരണം പാലായിൽ 6 മാസമായിട്ട് ഭരണസമരമാണ്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നിർബന്ധം കഴിഞ്ഞാൽ വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെ സംബന്ധിച്ച് ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സീനിയർ കൗൺസിലർമാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യന് മറുപടി പോലും പറയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആണ് ഞങ്ങളിത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പാലായ്ക്ക് അങ്ങനെ ഒരു പാലായി അനാഥത്തിലേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തും അതിന് മുൻകൈ എടുത്തു. പാലാ നഗരസഭയിൽ വികസന മുരടിപ്പാണെന്ന് ആരോപിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നിരന്തരം പ്രക്ഷോഭം നടത്തിവരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വരെ എല്ലായിനം പച്ചക്കറികൾക്കും കിലോയ്ക്ക് 80 രൂപയിൽ അധികമായിരുന്നു വില. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് വർദ്ധിച്ചതും പ്രാദേശിക ഉൽപാദനം ഉയർന്നതുമാണ് വില കുറയാൻ കാരണം. സംസ്ഥാനത്ത് പച്ചക്കറി വില നേർപകുതിയായി താഴ്ന്നു. കഴിഞ്ഞ ആഴ്ച വരെ കിലോയ്ക്ക് 80 രൂപയിലധികമായിരുന്ന എല്ലാത്തരം പച്ചക്കറികൾക്കും ഇപ്പോൾ 40 രൂപയായി വില. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികളുടെ വരവ് വർദ്ധിച്ചതാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കൂടാതെ മൺസൂൺ സീസൺ ആയതോടെ പ്രാദേശിക ഉൽപാദനവും വർദ്ധിച്ചു. തേങ്ങയ്ക്ക് 50 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. മാങ്ങ, കിഴങ്ങ്, മത്തൻ, പയർ, ക്യാരറ്റ്, തക്കാളി, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികൾക്ക് കിലോയ്ക്ക് 40 രൂപയാണ് നിലവിലെ വില. തേങ്ങയ്ക്ക് 50 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ബീൻസ്, പാവയ്ക്ക, ഇഞ്ചി തുടങ്ങിയ ഇനങ്ങൾക്ക് മാത്രമാണ് വില അല്പം കൂടി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ വിലയിൽ ഇനിയും കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. വിക്ടർ ജോർജ് അനുസ്മരണവും സ്മരണിക പ്രകാശനവും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ എന്നതിലുപരിയായി മനുഷ്യസ്നേഹിയും സുഹൃത്ത് ബന്ധങ്ങൾക്ക് എന്നും വില കൽപ്പിച്ച വ്യക്തിയുമായിരുന്നു വിക്ടർ ജോർജ് എന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സാഹസികനായ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു വിക്ടർ ജോർജ്. നല്ല ഒരു ചിത്രത്തിനായുള്ള യാത്രയിലായിരുന്നു ആകസ്മികമായ മരണം. വിക്ടർ ജോർജിന് ശേഷം പ്രകൃതി ദുരന്തങ്ങളിൽ കോട്ടയത്ത് നിന്ന് ഉൾപ്പെടെ നിരവധി മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തന രംഗത്ത് വെല്ലുവിളികൾ ഏറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച വിക്ടർ ജോർജ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. ജേർണലിസത്തിനകത്തെ അഡ്വഞ്ചറിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ വിക്ടർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അടുത്ത സമയത്ത് നമ്മൾ വൈക്കത്തിന് തൊട്ടടുത്ത് വെള്ളം തുഴഞ്ഞു പോയ നമ്മുടെ ഇവിടുന്നുള്ള 2-3 ആളുകൾ അവർ ഒരു സാഹസിക വിഷമത്തിൽ ചെന്നപ്പെട്ടു. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ജോലി തന്നെ യഥാർത്ഥത്തിൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോലിയാണ് എന്നുള്ളതാണ് സത്യം. അതിൽ പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയോടുകൂടി വളരെ കൃത്യമായി ഇതൊക്കെ ചിത്രീകരിക്കണമെന്നുള്ള നിർബന്ധബുദ്ധികളോട് കൂടി പോകുന്ന ആളുകൾ അവർ എന്ത് സംഭവിച്ചാലും ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള
വളരെ സാഹസികമായ നടപടിയെടുക്കും എന്നുള്ളതാണ് വിക്ടറിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ദുരന്തങ്ങളിൽപ്പെടുന്ന മാധ്യമപ്രവർത്തകർക്കായി ഒരു പരിരക്ഷാ പദ്ധതി ആവിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അഭിപ്രായപ്പെട്ടു. ഈ കാലഘട്ടം അത്തരത്തിലുള്ള ഒരു പരിരക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനായി കൂട്ടായ ആലോചന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ MP ജോയി എബ്രഹാം, മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം, പ്രസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ, സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി ജോസി ബാബു, സംസ്ഥാന സമിതി അംഗം സനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിക്ടർ ജോർജ് വിടവാങ്ങിയതിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം പ്രസ് ക്ലബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണികയുടെ കവർ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രകാശിപ്പിച്ചു. വിക്ടർ ജോർജിന്റെ കുടുംബാംഗങ്ങളും മാധ്യമപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. 2001 ജൂലൈ 9 ഇടുക്കി വെള്ളിയാനിയിലുണ്ടായ ഉരുൾപൊട്ടൽ ചിത്രം പകർത്തുന്നതിനിടെയാണ് മലയാള മനോരമ ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ ജോർജിന് ജീവൻ നഷ്ടമായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാലായിൽ തുടക്കമായി. പൊതുസമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ രാരിച്ചൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന PK വാസുദേവൻ നായർ പുരസ്കാരത്തിന് മുൻ MLA അഡ്വക്കേറ്റ് K പ്രകാശ് ബാബുവിനെ തെരഞ്ഞെടുത്തു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഈ മാസം 12 കിടങ്ങൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സമ്മാനിക്കും. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന PK വാസുദേവൻ നായരുടെ ഓർമ്മ നിലനിർത്താൻ ജന്മനാടായ കിടങ്ങൂരിൽ ഈ മാസം 12 അനുസ്മരണ സമ്മേളനം നടത്തും. വൈകിട്ട് 4:30 കിടങ്ങൂർ ബോയ്സ് LP സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ ഈ വർഷത്തെ PKV പുരസ്കാരം മുൻ MLA അഡ്വക്കേറ്റ് K പ്രകാശ് ബാബുവിന് സ്പീക്കർ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡിനായി തെരഞ്ഞെടുത്തത് പ്രമുഖ CPI ദേശീയ സെക്രട്ടേറിയറ്റ് മെമ്പറും പ്രമുഖ പാർലമെന്റേറിയനുമായിരുന്ന K പ്രകാശ് ബാബുവിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്തവണത്തെ അവാർഡ് ദാന ചടങ്ങ് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് K പ്രകാശ് ബാബുവിന് പുരസ്കാരം സമ്മാനിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. ജോസ് കെ മാണി MP BKV സ്മാരക പ്രഭാഷണം നടത്തും. ചടങ്ങിൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും ചികിത്സാ സഹായ വിതരണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ PKV സ്മാരക പുരസ്കാര ജൂറി അംഗം ബാബു K ജോർജ്, അഡ്വക്കേറ്റ് തോമസ് VT, P രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന കടനാട് പഞ്ചായത്തിലെ തോടുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ തുടങ്ങി. ശക്തമായ മഴയിൽ തോടുകൾ കവിഞ്ഞൊഴുകി പ്രദേശത്ത് വെള്ളപ്പൊക്കം പതിവായതോടെയാണ് നടപടി. കടനാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ തോട് ശുചീകരണം പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ നടപടികൾ ശക്തമാക്കി. മഴക്കാലത്ത് പതിവായി വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന കടനാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ തോടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മാനസികാപ്പൻ MLA നിർദ്ദേശപ്രകാരം ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തോട് ശുചീകരിക്കുന്നതോടെ കടനാട് ടൗണിലെ മഴക്കാല വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാകും. ആദ്യഘട്ടമായി തോട്ടിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഇതിലൂടെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമായി വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക സാധ്യതയും കുറയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് 10ാം വാർഡ് അംഗം ജ്യോതിലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ ഈ പ്രാവശ്യവും മഴ കനത്ത് കൂടുതലായി വരുന്നതിന് മുൻപ് നമുക്കിതൊന്ന് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫണ്ട് MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടെ കൊണ്ടുവരാനും നമ്മുടെ പുളിച്ചമാക്കൽ പാലത്തിന്റെ അവിടെയാണെങ്കിൽ കൈത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും അത് വെട്ടിമാറ്റാനുള്ള ഒരു ചെറിയ തുകയിൽ തീരെയല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതും കൂടി ഉൾപ്പെടുത്തി ഒരു 3.25 ലക്ഷം രൂപ നമുക്കിവിടെ MLA പ്രത്യേകമായി പറഞ്ഞ് അനുവദിച്ചു തരികയും നമുക്ക് ഈ തോടിന്റെ ആഴം കൂട്ടി കൊല്ലപ്പള്ളിയിലെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഇന്നിപ്പം നമുക്ക് ഉദ്ഘാടനമായിട്ട് ചെയ്യാനുള്ളത്. ഏകദേശം 1-1.5 സമയം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ 1-1.5 സമയം കൊണ്ട് കൊല്ലപ്പള്ളി തോടിന്റെ ആഴം കൂട്ടി നമുക്ക് കൂടുതൽ കരുത്താർന്ന ഒരു തോടിനെ നമുക്കിവിടെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണവും പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഈ പ്രദേശത്ത് കടകളും വീടുകളും വെള്ളക്കെട്ട് മൂലം ബുദ്ധിമുട്ടിലാകുന്നത് പതിവായിരുന്നു. ഇത്തവണ മഴ ശക്തമാകുന്നതിന് മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും വ്യാപാരികളും. പ്രവർത്തകർ സമയബന്ധിതമായും കാര്യക്ഷമമായും പൂർത്തിയാക്കുവാൻ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാല ദുരിതം ഒഴിവാക്കുന്നതിനും പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പാല
ഈരാറ്റുപേട്ട റൂട്ടിൽ കീഴമ്പാറയ്ക്ക് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. പാല ഈരാറ്റുപേട്ട റോഡിൽ കീഴമ്പാറയിൽ കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും എത്തിയ കാർ വലതുവശത്തേക്ക് തിരിയുമ്പോൾ പുറകെ എത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. ഇന്ന് രാവിലെ 9:30 അപകടം. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ നഗരസഭയിൽ വികസന മുരടിപ്പെന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ. ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പച്ചക്കറി വില കുറഞ്ഞു, ആശ്വസിച്ച് ജനം. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും വില ഉയർന്നു തന്നെ. വിക്ടർ ജോർജിന്റെ ഓർമ്മകൾക്ക് 25 ആണ്ട്. മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി മനുഷ്യസ്നേഹിയെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാലായിൽ തുടക്കം. പ്രതിനിധി സമ്മേളനം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.